കൂട്ടുകാരെ ഇന്നലെ IPL മത്സരത്തിൽ ലക്നൗ ജയിച്ചു, മുംബൈനെ അവർ തോൽപ്പിച്ചു. ടോസ് കിട്ടിയ മുംബൈക്ക് അവർ ബോളിംഗ് തെരഞ്ഞെടുക്കായിരുന്നു. ലക്നൗ 20 ഓവറിൽ 214 റൺ അടിച്ചു. മുംബൈക്ക് അത് മറികടക്കാൻ പറ്റിയില്ല. 18 റണ്ണിന്റെ ജയമാണ് ലക്നൌവിന്. ഇതോടുകൂടി പോയിന്റ് ടേബിളിൽ ലക്നൗ 6ാം സ്ഥാനത്തുണ്ട്. അവർ കളിച്ച 14 കളിയിൽ 7 കളി ജയിച്ചു, 7 കളി തോറ്റു. മുംബൈനെ 10ാം സ്ഥാനം നിലനിർത്തിക്കൊണ്ടാണ് സീസൺ അവസാനിപ്പിച്ചത്. അവർ 14 കളിയിൽ ആകെ 4 കളി ജയിച്ചുള്ള 10 കളി തോറ്റിരിക്കുന്നു. ബാറ്റിംഗിൽ ലക്നൌവിന്റെ തുടക്കം വളരെ മോശമായിരുന്നു. നിക്കോളാസ് പൂരനും രാഹുലും കൂടി ഒരു നല്ല ഇന്നിങ്സ് കാഴ്ചവെച്ചു. അതാണ് ഈ റണ്ണിലെത്താൻ ലക്നൌവിനെ സഹായിച്ചത്. അതുപോലെ മുംബൈയുടെ തുടക്കം ഗംഭീരായിരുന്നു. രോഹിത് ശർമ്മ നല്ല രീതിയിൽ കളിച്ചു, ഒരു 50 ഒക്കെ ഉണ്ടായിരുന്നു. രോഹിത് ശർമ്മയുടെ നല്ല ക്ലാസിക് ഷോട്ടുകളായിരുന്നു. കൂട്ടുകാരെ, IPL ക്രിക്കറ്റ് പ്രേമികളെ ഏറെ കാത്തിരിക്കുന്ന ഒരു മത്സരമാണ് ചെന്നൈയും ബാംഗ്ലൂരും തമ്മിലുള്ള മത്സരം. ചെന്നൈയിന് പോയിന്റ് ടേബിൾ 4ാം സ്ഥാനത്തിന്. അവർ കളിച്ച 13 കളിയിൽ 7 കളി ജയിച്ചു, 6 കളി തോറ്റിട്ടുള്ളൂ. അതുപോലെ RCB 7ാം സ്ഥാനത്തിന്. അവർ കളിച്ച 13 കളിയിൽ 6 കളി ജയിച്ചു, 7 കളി തോറ്റു. പോയിന്റ് ടേബിൾ 4ാം സ്ഥാനത്തുള്ള ചെന്നൈനെ മറികടന്ന RCBക്ക് ഇന്ന് പ്ലേ ഓഫ് സാധ്യത നിലനിർത്തണം എന്നുണ്ടെങ്കിൽ 1-2 കടമ്പ കടന്നേ പറ്റൂ. ചെന്നൈയിന് ആദ്യം ബാറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 200 മേലെ ടാർഗറ്റ് ആക്കി കഴിഞ്ഞാൽ 11 ബോൾ ശേഷിക്ക് RCB ജയിക്കണം. RCB ആണ് ആദ്യം ബാറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 200 മേലെ റൺ അടിച്ച് 18 റണ്ണിൽ കൂടുതൽ റണ്ണിന് ചെന്നൈനെ തോൽപ്പിച്ചാലാണ് ഇന്നത്തെ പ്ലേ ഓഫ് സാധ്യത നിലനിർത്താൻ പറ്റുള്ളൂ. അപ്പൊ ഇന്നത്തെ കളി ഒരു ഗംഭീര കളിയായിരിക്കും. അപ്പൊ കൂട്ടുകാരൊന്ന് പ്രഡിക്ട് ചെയ്തു ആരാ ജയിക്കാന്ന്. വൈകിട്ട് 7:30 കളി.